വെൽക്കം ടു റേഡിയൻറ്റ്. സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ചാപ്റ്ററിൻ്റെ പേര് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. സോ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൺസ്യൂമറിനെയും അത് റൈറ്റിനെയും പറ്റിയൊന്നും അല്ലെങ്കിലും നമ്മൾ ഒരു സാധനം നമ്മൾ വാങ്ങുന്നു, നമ്മളത് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഉപയോഗത്തെ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെ ഒരു സാധനം വാങ്ങി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമ്മൾ യൂട്ടിൽസ് എന്ന് പറയുന്ന യൂണിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്നും അതിന് നമ്പറുകൾ കൊടുക്കുകയെന്നും നമ്മളതിനെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്നും പഠിച്ചു. കേൾക്കുമ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഇമാജിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. എങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്താണ് ഈ പറയുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട്. യൂട്ടിലിറ്റി എന്താണ്, അതുപോലെ തന്നെ എന്താണ് യൂട്ടിലിറ്റിയുടെ തിയറി എന്താണെന്നുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞു. എന്താണ് പോയിന്റുകൾ കൊടുക്കുന്ന പോലെ അല്ലേ, നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡിങ്ങിൻ്റെ മത്സരം നടക്കുകയാണ്. ആ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ മസിലുകൾക്ക് എങ്ങനെ കൊള്ളാമോ കൊള്ളൂലി എന്നൊക്കെ ഉള്ളത് എന്താണ് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇപ്പോൾ മിസ് വേൾഡ് എന്ന് പറയുന്ന ആളെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇവരിത്ര സൗന്ദര്യമുള്ള സുന്ദരിയായിട്ടുള്ള ആളാണോ, സംശയം തോന്നും. പക്ഷേ എന്താ, ആയിരിക്കുന്ന ജഡ്ജിമാരുടെ കണ്ണിൽ അല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവും. ആ ക്വാളിറ്റീസൊക്കെ വെച്ചിട്ടായിരിക്കും അത് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് അളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂട്ടിലിറ്റിയെ നമുക്ക് വേണമെങ്കിൽ ഒരു നമ്പറൊക്കെ കൊടുത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന തിയറിയുടെ പേര് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ സാധനം അല്ലെ, ഒരു സാധനം നമ്മൾ റിപ്പീറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ നമ്മൾ പോയിന്റുകളാക്കി മാറ്റുകയും അത് കൂട്ടുമ്പോൾ കിട്ടുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി. ഇനി ഒരു സാധനം വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ചു, അതേപോലത്തെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഉപയോഗിച്ചപ്പോൾ നമുക്ക് എന്ത് പറ്റി, നമ്മുടെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനിൽ വ്യത്യാസം വരും. ചിലപ്പോൾ കൂടാൻ ചിലപ്പോൾ കുറയാം. സോ ആ വ്യത്യാസത്തെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആദ്യം കൂടും, മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും കുറയാറാണ് പതിവ് അല്ലേ. അങ്ങനെ കുറഞ്ഞു പോകും. നമ്മൾ ഗ്രാഫിന് അത് റെപ്രസെൻ്റ് ഒക്കെ ചെയ്തു അല്ലേ. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി കൂടി വരുന്നു, പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമുക്കത് മടുക്കും. സോ വീണ്ടും നമ്മൾ ഉപയോഗിച്ച് എന്ത് പറ്റും, നമ്മളത് വെറുക്കും, അതിന് നെഗറ്റീവിലോട്ട് പോകുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞത്. അതിൻ്റെ അസംപ്ഷൻസും ലിമിറ്റേഷൻസിനും പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ എന്താണ് ഒരു കൺസ്യൂമർ, അല്ലെങ്കിൽ ആരാണ് ഒരു കൺസ്യൂമർ? നമ്മുടെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഗുഡ്സോ സർവീസോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ആ ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞു. സോ ഇന്ന് ഇവിടെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ വാങ്ങുന്ന പലതരം ഗുഡ്സിനെ പറ്റിയിട്ടാണ്. ഇതിനെ പറ്റിയിട്ടാണ്, നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന പലതരം സാധനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ടേബിളിനകത്താണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ ടേബിൾ 1 by 1 നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിൽ കൊടുത്തേക്കുന്നതിന് ഞാൻ ഒന്നുകൂടി ഒന്ന് സിമ്പിളായിട്ട് ക്ലാസിഫൈ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങളതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആവുന്നുണ്ടോ എന്ന് പറയുക. അതായത് നമുക്ക് സാധനങ്ങളെ അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് രണ്ടായി തിരിക്കാൻ പറ്റും. ഫ്രീ ഗുഡ്സ് എന്നും എക്കണോമിക് ഗുഡ്സ് എന്നും. എന്തെന്ന്, ഫ്രീ ഗുഡ്സ് എന്നും എക്കണോമിക് ഗുഡ്സ് എന്നും. ഉപയോഗത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. കൺസ്യൂമർ ഗുഡ്സ് എന്നും ക്യാപിറ്റൽ ഗുഡ്സ് എന്നും. അതുപോലെ ഡ്യൂറബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി നമുക്ക് തിരിക്കാൻ പറ്റും. ഡ്യൂറബിൾ ഗുഡ്സ് എന്നും നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും. ഇങ്ങനെ ഒരു 6 തരം ഗുഡ്സാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എത്ര ടൈപ്പ് ഗുഡ്സാണ് ഉള്ളത്? 6 ടൈപ്പ്. സോ ആ 6 ടൈപ്പ് ഗുഡ്സിനെ പറ്റിയിട്ടും പിന്നെ കൺസ്യൂമറിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഈ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ മുന്നത്തെ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലേലിസ്റ്റിലേക്ക് പോയാൽ മതി. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഉണ്ട്. അപ്പോൾ നോക്കാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. എത്ര ടൈപ്പ് നമ്മൾ പറഞ്ഞു? 6 തരം ഗുഡ്സുകളാണ് പൊതുവേ ഉള്ളത്. അതിലാദ്യം നമ്മൾ അവൈലബിലിറ്റി അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് എവിടെ നിന്ന് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വായു നമുക്ക് ആവശ്യമുള്ള സാധനമാണോ? ആണ്. എന്നാൽ ഈ വായുവിന് നമ്മൾ കാശ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സൂര്യപ്രകാശം ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനമാണോ? ആണ്. എന്നാൽ നമുക്കതിന് കാശ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ചില സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്രീ ഗുഡ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് വൈദ്യുതി, ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമുള്ള സാധനമാണോ? ആണ്. എന്ന് പറഞ്ഞ് ചുമ്മാ കിട്ടൂ? ഇല്ല. എന്ത് കൊടുക്കണം? KSEBക്ക് പൈസ കൊടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വാങ്ങി ഉപയോഗിക്കാൻ. കേരള വാട്ടർ അതോറിറ്റിയുടെ നിങ്ങൾ വെള്ളം വാങ്ങുന്നു, അതുപോലെ നിങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു. അതിനൊക്കെ എന്താണ്, ഫ്രീ ആയിട്ടുള്ളതല്ല. അപ്പോൾ ഫ്രീ ആയിട്ടല്ലാത്ത സാധനങ്ങൾക്കൊക്കെ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് എക്കണോമിക് ഗുഡ്സ് എന്ന് പറയാനായിട്ട് പറ്റും. സോ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഫ്രീ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രീ ഗുഡ്സ് ആർ ദോസ് ദാറ്റ് ആർ അബണ്ടൻറ്റ് ഇൻ നേച്ചർ. പ്രകൃതിയിൽ ധാരാളമായിട്ടതുണ്ട്. ആൻഡ് ആർ ഫ്രീലി അവൈലബിൾ ടു എവരി വൺ. എല്ലാവർക്കും അത് ഫ്രീ ആയിട്ട് കിട്ടും. ദേ ആർ നോട്ട് ടു ബി പെയ്ഡ് ഫോർ. അതിന് കാശ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സോ ഒറ്റ വാക്കിൽ എന്ത് പറയാം, എന്താണ് ഫ്രീ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അബണ്ടൻറ്റ് ഇൻ നേച്ചർ ആയിരിക്കും ആൻഡ് ദേ ആർ ഫ്രീലി അവൈലബിൾ. ഫോർ എക്സാമ്പിൾ സൂര്യപ്രകാശവും വായുവും ഫ്രീ ആയിട്ട് കിട്ടും. നേരെ മറിച്ച് ബാക്കിയുള്ള എല്ലാം അങ്ങനെ കിട്ടുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ എപ്പോഴും കിട്ടാത്ത പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നതിനെയാണ് നമ്മൾ എക്കണോമിക് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതിനകത്ത് ഗുഡ്സും വരും സർവീസുകളും വരും. ദാറ്റ് ആർ പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ എ പ്രൈസ്. പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഒരു പൈസയ്ക്ക് നിശ്ചിതമായിട്ടുള്ള അളവിലേ അത് കിട്ടത്തുള്ളൂ. ദേ ആർ ഓഫൺ ബി മാനുഫാക്ചേർഡ് ഓർ കളക്റ്റഡ് ഫ്രം ദ നേച്ചർ. അത് നമ്മളായിട്ട് അല്ലെങ്കിൽ ഒരു ഉൽപ്പാദകൻ അത് നിർമ്മിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും അത് എവിടുന്നേലും കളക്ട് ചെയ്ത് കൊണ്ടുവന്നതും ആയിരിക്കാം. രണ്ടായാലും അവരുടെ അധ്വാനം അതിനുണ്ട്. അതുകൊണ്ട് നമ്മൾ അവർക്ക് കാശ് കൊടുത്തിട്ട് വേണം അത് വാങ്ങാനായിട്ട്. സോ ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം? ദേ ആർ ലിമിറ്റഡ് ഇൻ സപ്ലൈ ആൻഡ് ഹാവ് എ പ്രൈസ് അല്ലേ. അപ്പോൾ ഫ്രീലി കിട്ടുന്നത് ഫ്രീ ഗുഡ്സ് ആണെങ്കിൽ ലിമിറ്റഡ് സപ്ലൈ കിട്ടുന്നത് എക്കണോമിക് ഗുഡ്സ് ആണ്. അത് നമ്മൾ എന്ത് കൊടുക്കണം? ആൻഡ് ദേ ഹാവ് എ പ്രൈസ്. അതിനൊരു വിലയുണ്ട്. ആ വില കൊടുത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. ക്ലോത്തും മിനറൽസ് അങ്ങനെ നമുക്ക് കിട്ടുന്ന എല്ലാ സാധനവും, ഞാൻ 2 എക്സാമ്പിളേ ഉള്ളൂ, നമുക്ക് പല എക്സാമ്പിൾസ് എന്ത് ചെയ്യാം ഇതിനകത്ത് പറയാനായിട്ട് പറ്റും. അപ്പോൾ അവൈലബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് ഫ്രീ ഗുഡ്സ് എന്നും എക്കണോമിക് ഗുഡ്സ് എന്നും. അങ്ങനെ പഠിച്ചു വെച്ചാലേ നമുക്ക് ഈ താരതമ്യം ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ 6 ചുമ്മാ 1 by 1 കാണാതെ പഠിച്ചാൽ നമുക്കത് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് എന്തുവാണ് നമ്മൾ പറഞ്ഞു? ഉപയോഗം അല്ലേ. നമ്മൾ അടുത്ത എങ്ങനെ ക്ലാസ് ചെയ്തത്? ഗുഡ്സിന് നമുക്ക് ഉപയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൺസ്യൂമർ ഗുഡ്സ് എന്നും ക്യാപിറ്റൽ ഗുഡ്സ് എന്നും പറയാം. കൺസ്യൂമർ എന്ന് വെച്ചാൽ ഉപയോഗം ചെയ്യുന്ന ആൾ അല്ലേ, ഉപഭോക്താവ്. അതായത് നമ്മളൊരു സാധനം വാങ്ങുന്നു, ആ വാങ്ങുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കൺസ്യൂമർ വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഗുഡ്സ് ഉണ്ടോ? ഉണ്ട്. അയൺ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആരെങ്കിലും കടയിൽ പോയിട്ട് ഇരുമ്പ് വാങ്ങിച്ചായിട്ട് അറിയാവോ? ഇല്ല. ഇരുമ്പ് ആരാ വാങ്ങുന്നത്? അതൊരു ഫാക്ടറിക്കാരനായിരിക്കും വാങ്ങുന്നത്. അവൻ ആ ഇരുമ്പിനെ ഉരുക്കി എന്ത് ചെയ്യും? ഒരു കത്തി ഉണ്ടാക്കി. എന്തുണ്ടാക്കി? ഒരു കത്തി ഉണ്ടാക്കി. ഈ കത്തിയെ നമ്മൾ വാങ്ങും. അപ്പോൾ ഇവിടെ ഇരുമ്പെന്ന് പറയുന്നത് ഡയറക്റ്റ് കൺസ്യൂമർ വാങ്ങിച്ചതാണോ? അല്ല, കൺസ്യൂമർ വാങ്ങിച്ച നൈഫാണ്. സോ നൈഫ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ ഗുഡ്സും, എന്നാൽ ഈ അയൺ എന്ന് പറയുന്നതാണെന്ത്? ക്യാപിറ്റൽ ഗുഡ്സ്. അതായത് ഈ പറയുന്ന സാധനം ഈ കൺസ്യൂമർ ഗുഡ്സ് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിച്ചാൽ നേരെ എടുത്ത് ഉപയോഗിക്കുകയല്ല, അതിനെ മറ്റെന്തെങ്കിലും മാനുഫാക്ചറിങ് പ്രക്രിയയിലൂടെ കടത്തിവിട്ടതിന് ശേഷമായിരിക്കും നമ്മളതിനെ പ്രോഡക്റ്റാക്കി മാറ്റുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന സാധനത്തെ നമുക്ക് എന്ത് പറയാം? കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയാം. എന്തെന്ന് പറയാം? കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ നോക്കിയോ, എന്താ കൺസ്യൂമർ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരിച്ചു പോയി അല്ലേ, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. ഞാൻ പറയുമ്പോൾ മാറിപ്പോയി അല്ലേ. അപ്പോൾ എന്താ കൺസ്യൂമർ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമർ ഗുഡ്സ് ആർ ദ ഫൈനൽ ഗുഡ്സ് യൂസ്ഡ് ബൈ ദ കൺസ്യൂമർ ടു സാറ്റിസ്ഫൈ ദെയർ വാണ്ട് അല്ലേ. കൺസ്യൂമർ വാങ്ങിച്ച് അയാളുടെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൺസ്യൂമർ ഗുഡ്സ്. ദേ ആർ ബോട്ട് ആൻഡ് സോൾഡ് ഫോർ എ പ്രൈസ്. അതെന്താണ്? ഒരു പൈസയ്ക്കാണ് വാങ്ങുന്നത്. ആൻഡ് നോട്ട് സബ്ജക്റ്റഡ് ടു പ്രൊഡക്ഷൻ പ്രോസസ് അഗെയിൻ. അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഉൽപ്പാദന പ്രക്രിയയിലേക്ക് കൊണ്ടുപോകത്തില്ല, നേരെ വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം? ഡയറക്ട്ലി യൂസ്ഡ് ബൈ ദ കൺസ്യൂമർ ടു സാറ്റിസ്ഫൈ വാണ്ട്സ്. ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ കൺസ്യൂമർ ഡയറക്റ്റായിട്ട് വാങ്ങി ഉപയോഗിക്കുന്നതാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. വാഹനം അല്ലെങ്കിൽ ഫുഡും വെഹിക്കിൾസും ഒക്കെ ഇതിനകത്ത് എക്സാമ്പിളായിട്ട് വരും. അപ്പോൾ വരുന്ന സംശയമാണ് ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞു അല്ലേ, എന്താണ്? ഇറ്റ് ഈസ് എ ഫിസിക്കൽ പ്രോഡക്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അനദർ പ്രോഡക്റ്റ് അല്ലേ. മറ്റൊരു പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കാറ് നിർമ്മിക്കാൻ നമ്മൾ ഇരുമ്പ് എന്ന് പറയുന്ന സാധനം വേണം അല്ലേ. അപ്പോൾ ഈ കാറാണ് കൺസ്യൂമർ പ്രോഡക്റ്റ്. കൺസ്യൂമർ വാങ്ങി ഉപയോഗിക്കുന്നത് കാറാണ്. പക്ഷെ കാറ് നിർമ്മിക്കാൻ ഇരുമ്പ് വേണം. പക്ഷേ ഇരുമ്പ് കാറ് കമ്പനിക്കാരാണോ ഉണ്ടാക്കുന്നത്? അല്ല, അത് മറ്റൊരു കമ്പനിക്കാരനായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൻ്റെ നിന്ന് വാങ്ങിയിട്ടായിരിക്കും ഇപ്പോൾ കാർ ഉണ്ടാക്കുന്നത്. സോ അവൻ്റെ നിന്ന് വാങ്ങുമ്പോൾ അത് നമുക്ക് എന്ത് വിളിക്കാം? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാം. ക്യാപിറ്റൽ ഗുഡ്സ് ആർ ഗുഡ്സ് ദാറ്റ് അസിസ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് അല്ലെ, ഉൽപ്പാദന പ്രക്രിയയെ സഹായിക്കുന്നു. ആൻഡ് സംടൈംസ് യൂസ്ഡ് ആസ് കൺസ്യൂമബിൾസ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കെമിക്കലുകൾ വാങ്ങിച്ച് എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്നു. അത് ആ പ്രോസസ്സിന് വേണ്ടി നമ്മൾ വാങ്ങുന്നു. അത് എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ ഉപയോഗിക്കും, തീർന്നു പോകും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ ഗുഡ്സ് അറ്റ് സച്ച് ഇൻസ്റ്റൻസസ്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മളൊരു സാധനം വാങ്ങിച്ചതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യുന്നു? ഉപയോഗിച്ച് തീർത്തു. എന്ത് ചെയ്തു? അത് ഉപയോഗിച്ച് തീർത്തു. എന്ന് വെച്ചാൽ ഉൽപ്പാദനത്തിലേക്ക് അത് വരത്തില്ല. ഗ്ലൗസ് വാങ്ങിച്ചു എന്ന് ഉപയോഗിച്ചാൽ അത് കൺസ്യൂമബിളായിട്ട്. ഒരു വണ്ടി, കാറ് നിർമ്മിക്കാൻ ഗ്ലൗസ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അല്ലെന്ന് പറയാം. കാരണം എന്താ? കാറിനകത്ത് ഗ്ലൗസ് വേണ്ട. പക്ഷേ കാറ് നിർമ്മിക്കുന്ന ജോലിക്കാരന് കയ്യിൽ ഗ്ലൗസ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണ്? അതൊരു ക്യാപിറ്റൽ ഗുഡ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതായത് എന്താ പറയുന്നത്? ഓക്കെ, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിച്ച് കളയുന്നവ കൺസ്യൂം ചെയ്ത് കളയുന്നവ അത് നമ്മൾ എന്ത് ചെയ്യത്തില്ല? ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് കണക്കാക്കത്തില്ല എന്ന് കൂടെ മനസ്സിലാക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൗസ് എന്ന് പറയുന്ന പർപ്പസ് കൈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. സോ ഇപ്പോൾ ഫാക്ടറിക്കാരും വാങ്ങിച്ചാലും വീട്ടുകാരും വാങ്ങിച്ചാലും അതവിടെ കൈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഉപയോഗിച്ചത്? അതെ.
അത് വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയോ? ഇല്ല. അപ്പോൾ അതെന്തായിട്ട് കണക്കാക്കാം നമുക്ക്? അവിടെ അത് ക്യാപിറ്റൽ ഗുഡ്സ് ആവത്തില്ല, അത് കൺസ്യൂമർ ഗുഡ്സ് ആവും. എന്താ പറയുന്നത് മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു, അതിൽ മാറ്റം വരുത്തി നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലേ അതിനെ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മളത് വാങ്ങിച്ച് കൺസ്യൂം ചെയ്യുവാണ്, എന്ത് ചെയ്യുവാണ്? കൺസ്യൂം ചെയ്യുവാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കരുത്? ക്യാപിറ്റൽ ഗുഡ് എന്ന് വിളിക്കരുത്. അതിനെ എന്തെന്ന് വിളിക്കണം? കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കണം. ഫോർ എക്സാമ്പിൾ, ചില സാധനങ്ങൾ, ഇപ്പോൾ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനം, ഈ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ അതിപ്പോൾ ഒരു കൺസ്യൂമർ ഗുഡ്സ് ആയിട്ട് കണക്കാക്കാം. എന്നാൽ ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ആ കേക്കാണ് ഞാൻ വിൽക്കുന്നതെങ്കിൽ ഇവിടെ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഉദാഹരണത്തിന് പറഞ്ഞതാണേ. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ് നോട്ട് ഡയറക്ട്ലി കൺസ്യൂംഡ്. മറ്റ് സാധനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫാക്ടറി, മെഷീനറി, അതുപോലെയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അയൺ, അതൊക്കെ മറ്റൊരു എക്സാമ്പിളാണ്. ഇനി ഡ്യൂറബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കൺസ്യൂമേഴ്സ് ഗുഡ്സിനെ എത്ര തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വെച്ചാൽ, ഡ്യൂറബിലിറ്റി എന്ന് വെച്ചാൽ കുറേ കാലം നിൽക്കും അല്ലേ? അതായത് നമ്മളത് വാങ്ങിച്ചിട്ട് ഒറ്റ തവണത്തേക്കല്ല വാങ്ങുന്നത്, വീണ്ടും അത് ഉപയോഗിക്കും. ഒരു വീട് വയ്ക്കുന്നു, ഒരു തവണ കയറി താമസിച്ചിട്ട് നമ്മൾ പൊളിച്ചു കളയോ? ഒരു ടേബിൾ വാങ്ങുന്നു, ഒരു തവണ അതിൻ്റെ മുകളിൽ ബുക്ക് വെച്ചിട്ട് നമ്മൾ ടേബിൾ പൊളിച്ചു കളയോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കും? ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം, ഒരു ലോങ് സമയത്തേക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ അതാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഡ്യൂറബിൾ എന്ന് വെച്ചാൽ ആഹാരം അല്ലേ? ഒരു തവണ കഴിച്ച ആഹാരം വീണ്ടും കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കും? ഗുഡ്സ് ആർ ഐറ്റം ദാറ്റ് ആർ യൂസ്ഡ് ഓൺലി ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. പാല്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? ഒറ്റ തവണ ഉപയോഗിച്ച് തീർക്കാൻ പറ്റും. ഇതാണ് എന്താണെന്ന് പറയുന്നത്? നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഈ എക്സാമ്പിൾസൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലേ? സൺലൈറ്റ്, എയർ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ളതാണ്. ഫുഡും വെഹിക്കിൾസും അല്ലേ? ഫുഡും വെഹിക്കിളും എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ കൺസ്യൂമർ വാങ്ങുന്നതാണ്. അങ്ങനെ ഈ പറയുന്ന എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, റെഡി ആണല്ലോ? നെക്സ്റ്റ്, നമ്മൾ ഇങ്ങനെ പലതരം സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇനി കൺസ്യൂമറിൻ്റെ അവകാശങ്ങളിലോട്ട് നമ്മൾ പോവുകയാണ്. ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി അന്വേഷിക്കണം. ഇത് ടെക്സ്റ്റ് ബുക്കുള്ള ചോദ്യമാണ്. അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി അന്വേഷിക്കണം, അതിൻ്റെ വില നോക്കണം, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം, അതിൻ്റെ വെയിറ്റ് ഒക്കെ കൃത്യമാണോ എന്ന് നോക്കണം അല്ലേ? അതിൻ്റെ ബ്രാൻഡും ലേബലും ഒക്കെ ഒറിജിനൽ തന്നെയാണോ എന്ന് നോക്കണം. ബില്ല് വാങ്ങണം, അതുപോലെ ഗ്യാരണ്ടി, വാറണ്ടി ഡീറ്റെയിൽസും ഗ്യാരണ്ടി കാർഡും ഒക്കെ നമ്മൾ എപ്പോഴും വാങ്ങണം. ഇത് നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നതാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതൊന്നും അറിയാത്തൊരാളെ ഈ പറയുന്ന കച്ചവടക്കാർ പറ്റിക്കും. അതിനാണ് നമ്മൾ കൺസ്യൂമറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ. അതായത് കൺസ്യൂമേഴ്സ് ഹു ഡു നോട്ട് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോഡക്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ്. ഫോർ എക്സാമ്പിൾ, ഒറിജിനൽ സാധനം നോക്കി വാങ്ങാൻ അറിയത്തില്ല. അപ്പോൾ എന്ത് പറ്റും? നമ്മളിപ്പോൾ പ്യൂമ എന്ന് പറയുന്നൊരു ഷൂ ഉണ്ട്, അല്ലെങ്കിൽ അഡിഡാസ് ഉണ്ട് അല്ലേ? നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അഡിബാസും അല്ലേ പോമയും ഒക്കെ നമുക്ക് കിട്ടും. ഈ പറയുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഡൂപ്പാണ്. എന്തുവാണത്? ഡൂപ്പാണ്. സോ ഈ പറയുന്ന ഡ്യൂപ്ഡ് സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടത്ര അറിവും നോളജും ഇല്ലാത്തത് കൊണ്ടും ഈ പറയുന്ന കൺസ്യൂമേഴ്സിനെ പറ്റിക്കുന്നൊരു പരിപാടിയുമാണ്. അതിനാണ് നമ്മൾ പൊതുവിൽ എന്ത് പറയുന്നത്? കൺസ്യൂമറിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ വാങ്ങുന്ന ഗുഡ്സിനെയും സർവീസിനെയും പറ്റിയിട്ടുള്ള ബേസിക് നോളജ് നമുക്ക് ആവശ്യം ആണ്. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ? കൺസ്യൂമേഴ്സ് ഹു ഡു നോട്ട് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോഡക്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് സച്ച് ആസ് ദ പ്രൈസ്, ക്വാളിറ്റി, വാറണ്ടി ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആർ സംടൈംസ് ഡ്യൂപ്ഡ്. ഇതെന്ത് പറ്റും? കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷന് കാരണമാവുന്നു. ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. സോ അതുകൊണ്ടാണ് നമ്മൾ സാധനം വാങ്ങുന്ന സാധനങ്ങളുടെ പുറത്ത് അതിൻ്റെ പാക്കറ്റിൽ അതിൻ്റെ വില, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, എന്നത് നിർമ്മിച്ചു, അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത് അല്ലേ? ഇത് നമ്മളങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നൊരു സാധനം കേടായാൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് കടയിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ കടക്കാർ നമ്മളടുത്ത് എന്ത് ചോദിക്കും? ഇതിൻ്റെ ബില്ലുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്തൊരു സാധനം നിങ്ങൾ വാങ്ങുമ്പോഴും അതിൻ്റെ ബില്ല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് സാധനം വാങ്ങിയാലും ബില്ല് കൂടെ വാങ്ങണം. കാരണം ബില്ലാണ് നമ്മുടെ തെളിവെന്ന് പറയുന്നത്. നമ്മളൊരു സാധനം വാങ്ങിയെന്നുള്ളതിൻ്റെ തെളിവാണെന്ത്? ബില്ല്. ബില്ലിനകത്ത് GST നമ്പർ, ഡീറ്റെയിൽസും അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. സോ ബില്ല് വാങ്ങാൻ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. എന്നാൽ അത് ചെയ്യുമ്പോഴും വല്ലപ്പോഴും ഒക്കെ എന്ത് പറ്റാറുണ്ട്? കൺസ്യൂമേഴ്സ് ചതിക്കപ്പെടാറുണ്ട് അല്ലേ? പണയം വെച്ച് തട്ടിപ്പുണ്ട്, വീട്ടമ്മയ്ക്ക് ഹോട്ടലുടമ നഷ്ടപരിഹാരം നൽകണം, കോടതി വിധിച്ചതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കൺസ്യൂമേഴ്സും അതുപോലെ തന്നെ ഈ പറയുന്ന മാനുഫാക്ചേഴ്സും തമ്മിൽ എപ്പോഴും തർക്കങ്ങളും കേസുകളൊക്കെ നടക്കും. ഇതൊക്കെ ഈ അടുത്ത കാലങ്ങളിലാണ് എന്ത് ചെയ്തത്? ആൾക്കാർ ശ്രദ്ധ കൊടുക്കാനും ഇതിനു വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ വന്നത്. ആദ്യ കാലങ്ങളിലൊക്കെ തെറ്റിപ്പ് നമ്മൾ ഈ ഓൺലൈൻ പ്രോഡക്റ്റുകളൊക്കെ വന്ന സമയത്ത്, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല, നിങ്ങളൊക്കെ കൊച്ചായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പല സാധനങ്ങളും വാങ്ങുമ്പോഴത്തേക്ക് ഐഫോൺ ഓർഡർ ചെയ്തവന് സോപ്പ് പെട്ടി കിട്ടിയ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് നമുക്കിന്ന് സാധിക്കും.
അപ്പോൾ അത്തരം അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് തുടങ്ങുന്നത് എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റിൽ നിന്നാണ്. 1966 എന്ത് പറ്റുന്നു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, വരുന്നു. ഓക്കെ, ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗാൻ വിത്ത് ദ ഫോർമേഷൻ ഓഫ് കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ മുംബൈയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതായത് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാർക്ക് ആ വാങ്ങുന്ന സാധനത്തെ പറ്റിയുള്ള അറിവ് കിട്ടുന്നതിൻ്റെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമർ ഗൈഡൻസ്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ നമ്മൾ ഗൈഡ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് വന്നു, ഒരു സൊസൈറ്റി വന്നു, അതാണ് കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് എൻഷുർ ദ വെൽഫെയർ ഓഫ് ദ കൺസ്യൂമേഴ്സ്. ഇത് പല ഓർഗനൈസേഷൻസ് ചേർന്നാണ് വന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് പറഞ്ഞു എന്നാ വരുന്നത്, 1966 എവിടെയാണ് വന്നത്, മുംബൈയിലാണ് വന്നത്. ഓക്കെ, എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റിയുടെ വരവോട് കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റും മറ്റു കാര്യങ്ങളും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു, ഒന്ന് കൺസ്യൂമർ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, കൺസ്യൂമറിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യുക, എംപവർ ദ കൺസ്യൂമേഴ്സിന് അറിവ് പകർന്നു കൊടുക്കുക, സാധനങ്ങൾ നോക്കി വാങ്ങാനും തെറ്റായ സാധനം കിട്ടിയാൽ കേസിനും മറ്റു കാര്യങ്ങൾ പോകാനും, ലെജിസ്ലേറ്റ് നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ടു എൻഷുർ ദ ക്രെഡിബിലിറ്റി ഓഫ് ദ അഡ്വർടൈസ്മെൻറ്റ്. അല്ലേ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലേ, എന്ത് പരസ്യവും കാണിച്ച് ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നിരോധിക്കണം. പണ്ട് നമ്മുടെ നടൻ മമ്മൂട്ടിക്കെതിരെ ഒരു കേസ് പോയിട്ടുണ്ട്. അതായത് മമ്മൂട്ടി പരസ്യത്തിൽ വന്നൊരു സോപ്പിൻ്റെ പരസ്യമാണ്, ഇന്ദുലേഖ എന്നാണ് സോപ്പിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പരസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദുലേഖ സോപ്പ് തേച്ചാൽ നിങ്ങൾ വെളുക്കുമെന്നാണ്, നിറം നിങ്ങളെ തേടിയെത്തും എന്നായിരുന്നു അവരുടെ ടാഗ്ലൈൻ. അപ്പോൾ ഇത് വാങ്ങിച്ച് തേച്ച ഒരാൾ വെളുത്തില്ല, അയാൾ എന്ത് ചെയ്തു, കേസ് കൊടുത്തു. കമ്പനിക്കെതിരെയും കൊടുത്തു, അത് പറഞ്ഞ മമ്മൂട്ടിക്കെതിരെയും കൊടുത്തു. സോ ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ വന്ന് പരസ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ അവർക്കെതിരെ നമുക്ക് എന്തിനുള്ള അവകാശമുണ്ട്, കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി പിടിച്ചിട്ട് ജയിലിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞത്. സോ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ തെറ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ പല പരസ്യങ്ങളും കാണുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് എഴുതി വെച്ചേക്കും ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ, അതായത് ഈ കാണിക്കുന്ന പോലെ ഒന്നും അല്ല ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞ് ഈ എല്ലാ പരസ്യങ്ങളുടെയും താഴെ നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് കോടതി പറഞ്ഞു എന്താണ്, നിങ്ങൾ ഉടായ്പാണെങ്കിൽ ഉടായ്പെന്ന് എഴുതി കാണിക്കണം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ സിനിമയ്ക്ക് അത് എഴുതി കാണിക്കുന്ന പോലെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു കുഞ്ഞായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ അതൊക്കെയാണെന്ന് പറയുന്നത് ടു എൻഷുർ ദ ക്രെഡിബിലിറ്റി ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അല്ലേ, തെറ്റായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതിൽ നിന്ന് മാറ്റുക. ടു എൻഷുർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻ പൊളിറ്റിക്കൽ ഫോറം. അല്ലേ, കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ പൊളിറ്റിക്കൽ ഫോറം എന്ന് വെച്ചാൽ എന്താണ്, ഈ പറയുന്ന പൊതു സ്ഥലങ്ങളിലേക്ക് ഇത് എത്തിക്കുക, രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുക, രാഷ്ട്രീയക്കാരിലേക്ക് എത്തിക്കുക, അതിലൂടെ നിയമങ്ങൾ കൊണ്ടുവരിക, ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. പ്രൊട്ടക്റ്റ് കൺസ്യൂമർ റൈറ്റ്, പ്രിവെൻറ്റ് ഫ്രോഡ്, എംപവർ ദ കൺസ്യൂമർ, ലെജിസ്ലേറ്റ് അഥവാ നിയമങ്ങൾ ഉണ്ടാക്കുക, എൻഷുർ ദ ക്രെഡിബിലിറ്റി ഓഫ് ദ അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ഫോറം. ഓക്കെ, അപ്പോൾ ഇതിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ വരുന്നത്. ആ ആക്റ്റും അതിൻ്റെ കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നിപ്പോൾ ഇവിടെ വരെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുവാണ്, സ്റ്റോപ്പ് ചെയ്യുവാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.